ഓരോരോ പരീക്ഷണം ഓരോരുത്തർക്ക് ഓരോ 5 വർഷം കഴിയുമ്പോൾ ഇവൻ നന്നാവോ അവൻ നന്നാവോ എന്നുള്ള. നീ ഒരു സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അളിയാ? എന്തൊക്കെ പറഞ്ഞാലും ഇടത് വന്നാലും വലത് വന്നാലും ഇനി പരീക്ഷിക്കാണ്ട് BJP കയറ്റിയാൽ ഏതോമാർ വന്നാലും ഈ പാർട്ടിക്കാരെല്ലാം തമ്മിലൊരു അന്തർധാര സജീവമായിട്ടുണ്ട്. എന്തിനാണ് അധികം പറയുന്നത്? നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്ഷിപ്പ് പോലും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം നോക്കിയിട്ടല്ലേ. ഇതല്ല, നീ പറഞ്ഞ കറക്റ്റ് അല്ലേ അളിയാ? അത് മാത്രമല്ല, അത് പറഞ്ഞപ്പോഴും ആലോചിച്ചു, നമ്മുടെ സ്കൂൾ കാലഘട്ടം ആലോചിച്ച് നോക്കി. നമുക്ക് ക്ലാസ്സിൽ ഹിന്ദു ഉണ്ടായിരുന്നോ, ക്രിസ്ത്യൻ ഉണ്ടായിരുന്നോ, മുസ്ലിം ഉണ്ടായിരുന്നോ? നമുക്ക് കൂട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും നീ ആ കാലഘട്ടം തിരിച്ചു വരും അളിയാ? അളിയാ, നമ്മുടെ ലാവൻ എന്ത് ദോലവും വരുന്നു. എന്തുണ്ട് പിന്നെ? ഓ, കണ്ണരൊക്കെ ഇട്ട് ഗ്ലാമർ ആയല്ലോടാ. എന്താണ് ഇന്നത്തെ ടോപ്പിക്കൊന്നും അല്ല അളിയാ. നമ്മൾ സംസാരിച്ചിട്ട് 4-ാം തീയതി അല്ലേ വോട്ടെണ്ണല്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടിരിക്കുക. അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം സംസാരിച്ച കൂട്ടത്തിൽ നമ്മളത് പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ അളിയാ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും നീ നാലേ നോക്കിയല്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട്സ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സത്യടാ. ഇപ്പോഴാണെങ്കിൽ സംഗി കൊങ്ങി കമ്മി എന്ന് പറഞ്ഞു ഇഷ്ടം പോലെ സാധനം ഇറങ്ങിയിരിക്കാം മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. എന്തിനാണ് അധികം പറഞ്ഞത്? നമ്മുടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും കാര്യം തന്നെ ഓർത്താൽ പോരെ. കറക്റ്റാണ്. ലാലേട്ടൻ മമ്മിയുടെ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ കഴിവ് വെച്ചിട്ടല്ല, അവരുടെ ജാതി വെച്ചിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ യുവമാർ മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒരു നേരേജ് ഒരു 5 പടം പോലും കണ്ടുണ്ടാവില്ല. മമ്മൂക്ക ജനിച്ച ജാതി, ലാലേട്ടൻ ജനിച്ച ജാതി, അത് വെച്ചിട്ട് അങ്ങോട്ട് അളക്കാൻ നിൽക്കും. പിന്നെ അങ്ങോട്ട് തെറിവിളിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഉണ്ടല്ലോ ഈ രാഷ്ട്രീയവും ജാതിയും മതമൊക്കെ എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം അല്ലേ? അത് പക്കയാടാ. ഒന്നും വേണ്ട, നമ്മളെ പ്രവാസികളുടെ കാര്യമല്ലേ ചോദിക്ക്. നമുക്ക് ജാതിയും ഇല്ല, മതവും ഇല്ല, വർഗവും ഇല്ല. നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. വേറെ എന്തുവാ? എടാ, നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ആ ഒരു പഴയ കുട്ടിക്കാലം, പഴയ ഒരു സൗഹൃദം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവും തോന്നുന്നുണ്ട്? എവിടെ ഇനിയുള്ള കാലഘട്ടത്തിൽ അതും പ്രതീക്ഷിക്കേണ്ട. എന്തിനാടാ അധികം പറയുന്നത്? വേലി തന്നെ വിളവ് തിന്നുന്ന കാല. കറക്റ്റല്ലേ നീ പറഞ്ഞത്? നമ്മുടെ രാഷ്ട്രീയക്കാരൻ തന്നെ പറഞ്ഞു കേട്ടില്ലേ, മതമാണ് 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 നമുക്ക് വലുതെന്ന്. അവർ അങ്ങനെ പറയുമ്പോഴുള്ള അവസ്ഥ എന്നാലും എന്ത് പൈശാചികമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും നമ്മുടെ മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ അളിയാ മതം എന്ന് പറയുന്നത് അല്ലേ? സത്യം. എന്തിനേറെ പറയുന്നില്ല, നമ്മൾ ജനിച്ചത് തന്നെ എന്തെല്ലാം തരത്തിലുള്ള ക്രൈറ്റീരിയാസ് ഇതിനകത്തുണ്ട്. 80s 90s 2K ജെൻസി, പിന്നെന്തോ ജെൻ ആൽഫ, അങ്ങനെ കുറേ ഡിവിഷൻസ് അതിനകത്തും ഇല്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിലും നിനക്ക് ഇതിലേത് ജനറേഷനാണ് ഏറ്റവും ഇഷ്ടം? പറയാനുണ്ടോ അല്ലേ, നമ്മുടെ 80s 90s നമ്മുടെ ഗോൾഡൻ മൊമെന്റ്സും ഗോൾഡൻ കാലഘട്ടം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്തോ പറയാനല്ലേ, മൊബൈല്, റീൽസ്, ഇൻസ്റ്റാഗ്രാം, നാടകമേ ഉലകം.